അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി വബാറക വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സത്യത്തിൽ അമൽ ചെയ്യാന്നുള്ളത് വലിയൊരു കാര്യമാണ്. അമലിനെ കബൂലാകുക എന്നുള്ളത് അതിനേക്കാളും വലിയ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നിസ്കരിച്ചു, നമ്മൾ വിചാരിക്കും നമ്മൾ നിസ്കാരം കഴിഞ്ഞതോടുകൂടി നമ്മളെല്ലാ പ്രശ്നം തീർന്നു. ഇല്ലല്ല, നിസ്കാരം അതിനെ കബൂലാവലാണ് അസൽ കാര്യം. നിസ്കാരം കബൂലായില്ലെങ്കിൽ പിന്നെ ആ മനുഷ്യന് ആ നിസ്കാരം കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അമലുകളുടെ കബൂലിയത്തിന് വേണ്ടി നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ അമലുകൾ അള്ളാഹിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എത്ര വലിയ നഷ്ടമാണെന്ന് നിങ്ങൾ ആലോചിക്കും. എത്ര വലിയ നഷ്ടമാണ്. അതുകൊണ്ട് അമലിന്റെ കബൂലിയത്തിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. ഇതൊക്കെയാണ് നമുക്ക് ആഖിറത്ത് കിട്ടാനുള്ളത്. നമുക്ക് ആഖിറത്തിലേക്കുള്ള അമലുകളായി നമ്മൾ ചെയ്യുന്നതാണിത്. അതുകൊണ്ട് നമ്മൾ അമലുകളെ നന്നാക്കണം, ജീവിതത്തിനെ മുതലാക്കണം. ആകെ കുറഞ്ഞ കാലേ ഉള്ളൂ. 50 കൊല്ലം എന്ന് പറഞ്ഞ കാലാകാലത്തെ അവസാനിക്കാത്തൊരു ജീവിതം നേടിയെടുക്കാൻ വേണ്ടി 50 കൊല്ലം കിട്ടിയിട്ട് എന്താ കാര്യം? പക്ഷെ അല്ലാഹു തആല വലിയ ഔദാര്യമാണ്. 50 കൊല്ലം മതി, 60 കൊല്ലം മതി, 30 കൊല്ലം മതി, 25 കൊല്ലം മതി, 15 കൊല്ലായാലും മതി. നിങ്ങൾ അള്ളാഹിനെ അനുസരിച്ച് ജീവിച്ചാൽ മതി. കൊല്ലം പ്രശ്നമല്ല. എത്ര വയസ്സ് ജീവിച്ചു എന്നുള്ളതല്ല പ്രശ്നം. ഈ വയസ്സിനിടയിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. എന്ത് നേടിയെടുത്തു എന്നുള്ളതാണ്. കുറെ കൊല്ലം ജീവിച്ച് അള്ളാഹുവിന്റെ ഗഫലത്തിലായിട്ട് ആ മനുഷ്യന് വലിയ നഷ്ടമാണിത്. മനുഷ്യന് വലിയ നഷ്ടമാണ്. നമ്മൾ നമ്മളെ കഴിഞ്ഞ കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി. എന്താ നമ്മളെ ഉള്ളത്? നമ്മൾ വിചാരിക്കും നമ്മളെ എന്തൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് ചെയ്താന്റെ പണിയാണ്. പക്ഷെ ഒന്നും ഉണ്ടാവില്ല സാർമാർ ആഖിറത്തിലെത്തുമ്പോൾ. അതുകൊണ്ട് ജീവിതത്തിനെ മുതലാക്കണം. അല്ലാഹു തആല വലിയ ഔദാര്യവാനായതുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിലെ അബദ്ധങ്ങൾ, കുറ്റങ്ങൾ, കുറവുകൾ, തിന്മകൾ അത് മാപ്പാക്കാൻ വേണ്ടി അല്ലാഹു ഒരു വലിയ സംവിധാനം വെച്ചിട്ടുണ്ട്. ആ സംവിധാനത്തിന്റെ പേരാണ് തൗബ എന്ന് പറഞ്ഞത്. ഈ ഇരിക്കുന്ന ഓരോ മനുഷ്യനും ഇന്ന് തൗബ ചെയ്യാൻ അവസരമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാബു തൗബത്തി മഫ്തൂഹ മാലം യുഗറിഗർ. റൂഹ് തൊണ്ടക്കുയിൽ എത്തുന്നത് വരെ തൗബ ചെയ്യാം. തൊണ്ടക്കുയിലെത്തിയാൽ തൗബ സ്വീകരിക്കൂല. കടലിൽ മുക്കി ആഴ്ത്തിയപ്പം ഫിറൗൻ അതിന്റെ ഭീകരമായ രംഗം കണ്ടപ്പോൾ പറഞ്ഞു, ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ. ഖുർആൻ പറയാൻ ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ എന്ന്. പക്ഷേ അവന്റെ ഈമാൻ കൊണ്ട് അവൻ ഒരു കാര്യമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യന്റെ മലക്കുൽ മൗത്ത് കൈവക്കലോട് കൂടി അയാളായിട്ട് ഭൗതികമായ എല്ലാ ബന്ധങ്ങളും ഡിസ്കണക്ട് ആവും. പിന്നെ കാണുന്നൊക്കെ വേറെയാണ്. അത് കാണുമ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതേപോലെ റൂഹ് തൊണ്ടക്കുയിലെത്തിയാൽ പിന്നെ കാണുന്നത് വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് തൗബ സ്വീകരിക്കുന്നത് ഗർഗറ വരെയാണ്, റൂഹ് തൊണ്ടക്കുയിൽ എത്തുന്നവരാണ്. എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ തൗബ സ്വീകരിക്കൂല. സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഖിയാമത്ത് നാളായി എന്ന്. പിന്നെ അയാളുടെ തൗബ സ്വീകരിക്കൂല. അതുവരെ തൗബക്ക് അവസരമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം എന്താ പറഞ്ഞാൽ, അള്ളാന്റെ മുമ്പിൽ നമ്മൾ തൗബ ചെയ്യാം. അള്ളാന്റെ മുമ്പിൽ നമ്മൾ തൗബ ചെയ്യാം. ഒറ്റക്കൊറ്റക്ക് കരയാ, ജീവിതത്തിനെ തിരുത്തുക. ഇതേ അവസ്ഥയിൽ ജീവിതത്തിനെ കൊണ്ടാവാൻ നിൽക്കല്ലേ. ഇതെന്നാണ് ഓരോ മനുഷ്യന്റെ അവസ്ഥകൾ എപ്പോഴാണ് തീരാന്നറിയില്ല. ഒരാൾക്കും അറിയില്ല. വെറുതെ റോട്ടിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി എന്തോ ആവശ്യത്തിന് ഇറങ്ങിയതാണ്. എനിക്കൊരു പരിചയമില്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ അനുജനും എന്റെ ഫ്രണ്ടിന്റെ മകനും രണ്ടാളെന്തോ സാധനം വാങ്ങാൻ ഇറങ്ങിയതാണ്. എളാപ്പി മോനും പാടെ. മോനിക്ക് 19 വയസ്സുണ്ട്, എളാപ്പൊക്കെ ഏകദേശം ഒരു 48 വയസ്സിന്റെ അടുത്തുണ്ട്. ഒരു രണ്ടാൾപാടെ എന്തോ സാധനം വാങ്ങാണ്ടി ഇറങ്ങിയാണ്. യാദൃച്ഛികമായി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ പെട്ടെന്ന് എന്നൊക്കെ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഒരു ലോറി വന്നു, ലോഡായിട്ട് വരുന്ന ഒരു വലിയ ഒരു ടോറസ് വണ്ടി വന്നു, കുറെ വാഹനങ്ങൾ ഇടിച്ചു. അതിന്റെ ഇടയിൽ ഇവർ രണ്ടുപേരും റോഡിന്റെ സൈഡിൽ നിന്ന് ഈ മക്കളുടെ ഈ എളാപ്പന്റെയും മോന്റെയും പേരിൽ ഇടിച്ചു. രണ്ടാൾ സ്പോട്ടും മരിച്ചു. ഒരാൾ 19 വയസ്സ്, ഒരാൾ 48 വയസ്സ്. ഒരിക്കലും ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മരിക്കാനല്ല, ഒരു കഫൻ തുണികളിൽ കയറി ഖബറിലേക്ക് പോകാനല്ല. ഓരോ മുന്നിൽ പല അവസ്ഥകളുണ്ട്, പല അവസ്ഥകൾ. ഈ ഇരിക്കുന്ന ഞാനുങ്ങളൊക്കെ വലിയ വലിയ പ്ലാനുകളായി 1 കൊല്ലത്തെ 2 കൊല്ലത്തൊന്നല്ല, വർഷങ്ങളുടെ പ്ലാനുമായിട്ട് ഇരിക്കുകയാണ് നമ്മള്. ആര് കണ്ടുത്? ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഖുർആൻ സൂറത്ത് യാസീൻ നമ്മൾ ഓതിപ്പോണാണ്. ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. അവർക്കൊരു വസിയത്ത് എഴുതി വെക്കാൻ കൂടി നേരം ഉണ്ടാവില്ലട്ടോ. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. അവർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങി വരാനും കഴിയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത് വേറെ അവസ്ഥയിലാണ്. ഇത് പഠിത്ത് നമ്മൾ ആലോചിച്ച് നോക്കി. ഈ 2024 എത്ര മനുഷ്യർ ഖബറിലെത്തി?
എത്ര മനുഷ്യർക്ക് ഒരിക്കലും ഒരു ചിന്തിച്ചിട്ടുണ്ടാവില്ല 2024 ഞാൻ ഖബറിലേക്ക് പോകുന്ന ആളാണ്. ഈ ഇരിക്കണ ഞാനിങ്ങളും ബാക്കിയുണ്ട്. ഇനിയിപ്പോ എന്നാണ് നമ്മളിതെന്ന് അറിയില്ല. ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഖബറിസ്ഥാനിൽ എത്ര ആൾക്കാരുണ്ട്? നമുക്കറിയുന്ന തന്നെ കുറെ ആൾക്കാരുണ്ട്. എന്താണ് നമ്മൾ നേടാനുള്ളത്? അതുകൊണ്ട് സ്വരം ഇതൊരു ഒരു സംസാരമായിട്ട് നിങ്ങൾ കാണില്ലേ, ഇതൊരു ചിന്തയാണ്. ആര് ചിന്തിച്ച ഒരു ഭാഗ്യവന്മാരാണ്. അല്ലെങ്കിൽ ഈ ജീവിതം അങ്ങനെ തീർന്നു പോകും. ഇതങ്ങനെ തിരക്ക് പിടിച്ച് നാളെ നേരം വെളുത്ത് അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും അവസ്ഥയിലേക്ക് നീങ്ങിയാൽ ജീവിതം അങ്ങനെ തീർന്നോണ്ട് കാണാം. അതുകൊണ്ട് നമ്മൾ ഒറ്റക്ക് ആലോചിക്കും ഈ ജീവിതത്തിൽ എന്താണ് നേടിയതെന്ന്. അല്ല പറയാണ്, ഓരോ മനുഷ്യനും ചിന്തിച്ചു കൊള്ളട്ടെ, മാ ഖദ്ദമത് ലിഗദാ, നാളത്തേക്ക് വേണ്ടി അവൻ എന്താണ് സമ്പാദിച്ചത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിച്ചോളീൻ. ഖുർആൻ പറയാൻ, ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ് വത്തഖുല്ലാഹ്, നിങ്ങൾ സൂക്ഷിക്കും. അവിടെ സാറുമാര് സിനിമാര് നമ്മൾ നോക്കിയില്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ സാരില്ല അങ്ങനെ പോട്ടെ, വരുമ്പോ നോക്കാന്നൊക്കെ വിചാരിച്ചാൽ വരുമ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. മനുഷ്യനാകെ വെപ്രാളത്തിലേക്കുണ്ടാകുക, ഒന്നും എനിക്ക് മനസ്സിലാവൂല. അതുകൊണ്ട് നമ്മളെ ജീവിതത്തിനെ പറ്റി ഇതൊരു കഥയായി കേക്കല്ലേ, ഒരു ലക്ഷ്യമായിട്ട് കാണി, ഒരു ചിന്ത നമുക്ക് ആവശ്യമാണ്. ചിന്തയായിട്ട് തന്നെ കാണി, നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യും. ഇത് ചിന്തിക്കാതെ പോയാൽ ജീവിതം പഴയിപ്പോവും. ഈ 50 കൊല്ലത്തെ 60 കൊല്ലത്തെ അല്ലെങ്കിൽ നമ്മൾ എത്ര വയസ്സാണ് ആയത്, ആ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? നമ്മൾ എന്തിനാ ഭൂമിക്ക് വന്നത്? നമ്മൾ ഒറ്റ ആലോചിക്കുക. നമ്മളൊരു ചെറിയ കുട്ടിയായ കാലം നമുക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മൾ ഓടി നടക്കിയിരുന്നു, സ്കൂളിലൊക്കെ പോയ കാലം ഓർമ്മ ഉണ്ടാവും. എന്റെ നിന്ന് നമ്മളെ ലക്ഷ്യം അന്ന് കുറച്ച് മുട്ടായി വാങ്ങണം, അന്ന് കുറച്ച് കളിക്കണം, വേറൊരു ലക്ഷ്യമില്ല. അത് കഴിഞ്ഞ അവസ്ഥകൾ മാറി വന്നു. അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ നമ്മൾ ഒഴിവാക്കി. നമ്മൾ ഓരോ കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു, കുറെ സാധനങ്ങളുണ്ട്, ഒക്കെ നമ്മൾ ഒഴിവാക്കി. കാരണം നമ്മളിങ്ങനെ വലുതാണെന്ന് നമുക്ക് വേണ്ട. ഒരു കിൽക്കൊട്ട എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടാവും, കിടക്കണ കുട്ടിക്ക് കൊടുക്കണേ. ആ കുട്ടിയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കഴിയുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് വേണ്ട, അത് ഒഴിവാക്കി. ഇതിങ്ങനെ ഒഴിവാക്കി വന്നു. നമ്മൾ സ്കൂൾ കഴിഞ്ഞു, നമ്മൾക്ക് പ്രായമായി, നമുക്ക് യുവത്വമായി, നമ്മൾ കല്യാണം കഴിച്ചു, നമ്മൾ ഭയങ്കര സംഭാവന വിചാരിച്ചു. പിന്നെ കുട്ടികളായി, ഭയങ്കര സംഭാവന വിചാരിച്ചു. നമ്മൾ വീടുണ്ടാക്കി, ഭയങ്കര സംഭാവന വിചാരിക്കാണ്. അതൊക്കെ കഴിഞ്ഞിങ്ങനെ പോയി അവസാനം നമ്മൾ വെറും കൈയോടുകൂടി ഇവിടെ മരിച്ചു പോയാൽ എന്തിനെവിടെ വന്നിരുന്നത്? കല്യാണം കഴിക്കാനും കുട്ടികളും വീടും കച്ചവടവും കൃഷിക്കും വേണ്ടി വന്നതാണോ ഈ വിട്ടിട്ട് പോവാനുള്ള? കോടികളിലെ മനുഷ്യർ വിട്ടിട്ട് പോവാൻ, പിന്നെ അവരുടെ മക്കളും അനന്തരവരും പ്രശ്നങ്ങളിലാണ്. സാറുമാരെ ആലോചിക്കും എന്തിനെന്ന്. അതുകൊണ്ട് അവരവർക്ക് വേണ്ടി വേറൊന്നുമില്ല. ഖബറുകളിലേക്ക് താഴ്ത്തുന്നത് നമ്മൾ കാണലുണ്ടാവും. ചെറിയ ഖബറുണ്ടാവില്ലേ, മുൻഭാഗം പിടിക്കാനുണ്ടാവും. തലന്റെ ഭാഗത്തൊരു കുറച്ച് കഫൻ തുണി കുറച്ച് നീണ്ടിട്ടുണ്ടാവും, കാലിന്റെ ഭാഗത്ത് നീണ്ടിട്ടുണ്ടാവും. പക്ഷെ മധ്യഭാഗത്ത് എങ്ങനെ പിടിക്കല്? ഇവിടെ മുണ്ടറുമ്പില് എങ്ങനെ ഒരു തോർത്ത് കെട്ടിട്ടാണ് ഇറക്കല്. കാരണം പിടിച്ചിറക്കാൻ കഴിയില്ല. അയാളെ കൈ എന്താവും? അയാളെ കൈ അതിന്റെ ഉള്ളിൽ കുടുങ്ങി തോല് പോലും അയാൾക്ക് മുറിവേൽക്കുകയും ചെയ്യും. അത്ര ഇടുങ്ങിയ ഖബറാണ്. അതാണ് ഈ മനുഷ്യന് തരുന്നത്. 5 അടി കട്ടില് കിടന്നവർ, 8 അടിന്റെ ബെഡ് കിടന്നവർ, അവർക്ക് തരുന്നത് അതാണ്, തോർത്ത് കെട്ടിട്ട് ഇറക്കാൻ. ഇതൊക്കെ നമ്മൾ പച്ചക്ക് കാണുന്നുണ്ട്. അതിന്റെ മുകളിൽ മൂടുകല്ലിട്ട് മണ്ണ് വാരിയിട്ടു ഹലാസ് വെള്ളമൊഴിച്ചു തിരക്കാണ് ആൾക്കാർക്ക് പോകാൻ. എവിടേക്ക് പോകുന്നു നമ്മള്? നമ്മളെ പ്രായമുള്ള എത്ര ആൾക്കാരുണ്ട് ഈ മുണ്ടുപറമ്പ് ഖബർസ്ഥാനിൽ? നിങ്ങൾ ആലോചിക്കും, എത്ര ആൾക്കാരുണ്ട്. ഒരു പുത്രപ്പെട്ട് പോകുന്നു വിചാരിച്ചതാണോ? അതുകൊണ്ട് സാറുമാരെ സിനിമ ഒന്ന് ഒരുങ്ങി ഏതായാലും കുറെ കാലൊക്കെ എങ്ങനൊക്കെ ആയിപ്പോയി. തൗബയിൻ, രക്ഷപ്പെടി. ഇതിനു വേണ്ടിയിട്ടാണ് സത്യത്തിൽ നമ്മളോട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കൂട്ടുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വേറൊന്നും ഒരു ലക്ഷ്യമില്ല. ഇതിന്റെ പേരിൽ ഒരു ദുനിയാവ് ലക്ഷ്യാക്കണേ ഇല്ല. ഇതിന്റെ പേരിൽ കൂട്ടുക, മുസ്ലിമീങ്ങൾ പറയാ ഞാൻ രക്ഷപ്പെടണം, നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങളെ കുടുംബം രക്ഷപ്പെടണം. ഈ മുറ്റത്തിരിക്കണം മനുഷ്യർ രക്ഷപ്പെട്ടാൽ എത്ര ആൾക്കാർ ഇതിന്റെ പിന്നിൽ രക്ഷപ്പെടാനുണ്ട്. നമ്മളെ ഭാര്യ രക്ഷപ്പെടും, നമ്മളെ മക്കൾ രക്ഷപ്പെടും, നമ്മളെ അയൽവാസി രക്ഷപ്പെടും, നമ്മളെ കുടുംബം രക്ഷപ്പെടും. ഒരു വലിയ ലക്ഷ്യത്തിന്റെ പേരിൽ നടക്കുന്ന പണിയാണിത്. അല്ലാണ്ട് വെറുതെ ഒഴിവുണ്ടാവുക നമ്മളിങ്ങനെ വിളിക്കുക, കുറച്ച് വയലറിയ കുറച്ച് എന്തെങ്കിലും തിന്നാ പോവാ, അതിന് വന്നതല്ല. അതിലെന്തർത്ഥമുള്ളത്? അതുകൊണ്ട് ഒരുങ്ങാനുള്ള സമയമായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് സ്വന്തം നെഞ്ഞ് ഹൃദയത്തിലേക്ക് നിങ്ങൾ ആലോചിച്ച് കറക്കിൻ, എന്നിട്ട് ആലോചിക്കിൻ എന്താ എന്റെ ജീവിതത്തിന് അർത്ഥമുള്ളത്, കുറെ ആൾക്കാർ നാളെ വരും കച്ചവടം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ആലോചിക്കുക എന്തിന് കച്ചവടം, ആർക്കു വേണ്ടി കച്ചവടം, എന്ത് കച്ചവടം?
ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ആഖിറ ഇല്ലാതെ ഇത് ചെയ്താൽ എന്താ കാര്യം? സൂറത്ത് തൗബന്റെ 81-ാമത്തെ ആയത്തുണ്ട്, വലാ യഅ്ജുബുക അംവാലുഹും വഔലാദുഹും ഇന്നമാ യുരീദുല്ലാഹു അൻ യുഅദ്ദിബഹും ബിഹാ ഫിദ്ദുനിയ. നിങ്ങൾ അവരുടെ സമ്പത്തും അവരുടെ സന്താനങ്ങൾ കണ്ട് അത്ഭുതപ്പെടേണ്ട നബിയെ. ഇന്നമാ യുരീദുല്ലാഹു അൻ യുഅദ്ദിബഹും ബിഹാ ഫിദ്ദുനിയ. ദുനിയാവിൽ അവരെ ശിക്ഷിക്കാനാണ് ആ സമ്പത്ത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത്. സൂറത്ത് തൗബ 81-ാമത്തെ ആയത്ത്. അവരെ ശിക്ഷിക്കാനാണ് അള്ളാഹു വിചാരിക്കുന്നത്. നമ്മൾ ഒറ്റക്ക് ആലോചിച്ച് നോക്കി, ദുനിയാവ് തിന്ന് നമ്മളെങ്ങനെ കൊണ്ടുപോകണോ? അവസാനം നമ്മൾ ഈമാനില്ലാത്ത അവസ്ഥയിൽ, ഈമാനില്ല അവർ കാഫിരീങ്ങളായിട്ട് അവർ മരിച്ചു പോവുക. അതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഈ സമ്പത്തും സന്താനങ്ങളും ഇതൊക്കെ കൊടുത്തിട്ട് ഇതിന്റെ രസങ്ങളിൽ കഴിയുന്നത് അവർ കാഫിറായി ചത്തുപോവാനാണെന്ന് സൂറത്ത് തൗബ. അവരെ പരീക്ഷിക്കാനോ അവരെ ശിക്ഷിക്കാനുമാണെന്ന്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ബാക്കിൽ കടന്നു മറിയാൻ. എന്താ ശിക്ഷ? ഇവിടെ അവനെ കൊടുക്കുന്നല്ല, ഇവിടെ അവനെ കൊടുക്കുക വേറെ കാര്യം. അവൻ കാലാകാല ആഖിറ നഷ്ടപ്പെടാൻ വേണ്ടി പോവാൻ, കാലാകാലം നരകത്തിൽ കടന്നെരിയാൻ. നേരെ മറിച്ച് ഒരു തഖ്വയിൽ ജീവിച്ച മനുഷ്യന് ഇവിടെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. ആൾക്കാരുടെ ചിലപ്പോൾ മോശക്കാരനാവും, ആൾക്കാരുടെ ചിലപ്പോൾ നിന്യനാവും, അവനെ ചിലപ്പോൾ ആൾക്കാർ പരിഹസിക്കും, ഒരു വിലയില്ലാത്തവനായി കാണും. ഒന്നും കുഴപ്പമില്ല. നാളെ മരിച്ചടി ചെല്ലുമ്പോഴേക്കും ടോപ്പ് സ്ഥലത്തേക്കുണ്ടാകുക, ഉയർന്ന സ്വർഗത്തിലുണ്ടാകുക. സാർമാരെ, നമുക്ക് ഇവിടെ വീടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇവിടെ വേറൊന്നുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കല്ല വീടും സൗകര്യങ്ങളും ഒക്കെ തയ്യാറാക്കി വെച്ചേക്കാൻ, എല്ലാം തയ്യാറാക്കി വെച്ചേക്കാൻ. ഭയങ്കര ഹരമുള്ള സ്വർഗം. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല. നിശ്ചയം ഈമാനുള്ള ആൾക്കാർ, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, നിശ്ചയമായി ഈമാനുള്ള ആൾക്കാർ, വഅമിലു സ്വാലിഹാത്ത് സൽപ്രവൃത്തികൾ ചെയ്തവർ, കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, അവർക്ക് സ്വർഗത്തിൽ അവർ അതിഥികളായിരിക്കും. ലാ യബ്ഗൂന അൻഹാ ഹിവല, അവര് മാറി താമസിക്കണം എന്ന് പോലും വിചാരിക്കുക പോലും ചെയ്യില്ല. സ്ഥിര താമസക്കാരായി അവർ സ്വർഗത്തിലുണ്ടാവും. സ്ഥിര താമസക്കാരായി അവർ സ്വർഗത്തിലുണ്ടാവും. അതുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരിക, അത് നമ്മളെ പണിയാണ്, നമ്മളെ പണിയാണ്. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല, അവർ സ്ഥിരതാമസക്കാരാണ്. ലാ യബ്ഗൂന അൻഹാ ഹിവല, അവർ മാറി താമസിക്കണം എന്ന് വിചാരിക്കൂല. സ്വർഗം എന്ന് പറഞ്ഞാൽ അതാണ് തോരന്മാർ. അവിടേക്ക് പോണം. നമുക്ക് അവിടേക്ക് പോകാത്ര ദൂരമുണ്ട്. അമേരിക്കക്ക് പോകണ ദൂരമൊന്നുമില്ല. ആള് മരിച്ചാൽ മതി, പിന്നെ ആ സ്വർഗത്തിലേക്കാണ് അയാളുള്ളത്. സ്വർഗത്തിന്റെ വിരിപ്പുകൾ അവർക്ക് വേണ്ടി വിരിക്കപ്പെടും. സ്വർഗത്തിന്റെ വിരിപ്പുകൾ അവർക്ക് വേണ്ടി വിരിക്കപ്പെടും. സ്വർഗത്തിന്റെ സുഗന്ധങ്ങൾ ഉണ്ടാവും അവരുടെ ഖബറുകളിൽ. പിന്നെ സ്വർഗത്തിന്റെ ഉയർന്ന നിഅമത്തുകൾ, ഉയർന്ന അനുഗ്രഹങ്ങൾ അവർക്ക് നൽകപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ കാര്യമാണത്. അതുകൊണ്ട് സാരന്മാരെ, നമ്മൾ ഇവിടുത്തെ സുഖത്തിന് വേണ്ടി നിൽക്കാനുള്ള ആൾക്കാരേ അല്ല. മരണത്തിന് ശേഷമുള്ള അനന്തമായ ജീവിതം, മരിക്കാത്ത ജീവിതം, ഒരിക്കലും പിന്നെ മരണമില്ല. സ്വർഗവാസി സ്വർഗത്തേക്ക് കയറുമ്പം മലക്കുകൾ അവനോട് പറയും, മൻ തഹ്യൗ ഫലാ തമൂതു അബദ, നിങ്ങൾ ജീവിച്ചോടി, ഇനി ഒരിക്കലും നിങ്ങൾ മരിക്കൂലട്ടോ. വഅൻ തസിഹു ഫലാ തസ്ഖുമു അബദ, നിങ്ങൾ ആരോഗ്യവാന്മാരായി നിന്നോളി, ഇനി ഒരിക്കലും നിങ്ങൾക്ക് രോഗം ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ ദുനിയാവിൽ ആഗ്രഹിക്കുന്നതാണ്. രോഗം ഉണ്ടാവരുത്, ആരോഗ്യം ഉണ്ടാവണം. പക്ഷെ ഇവിടെ നടക്കൂല. അത് നടക്കുന്ന സ്ഥലം സ്വർഗാണ്. അൻ തസിഹു ഫലാ തസ്ഖുമു അബദ, നിങ്ങൾ ആരോഗ്യവാന്മാരായി നിന്നോളി, ഒരിക്കലും നിങ്ങൾ രോഗികളാവൂല. അൻ തശിബ്ബു ഫലാ തഹ്രിമു അബദ, നിങ്ങൾ യുവാക്കളായി നിന്നോളി, ഒരിക്കലും നിങ്ങൾ വാർദ്ധക്യത്തിലെത്തൂല. അങ്ങനത്തെ ഒരു സ്വർഗത്തേക്ക് പോകാനുള്ള ആൾക്കാരാണ് ഈ ശരീരം. ഇതെപ്പോഴാ പോവാ? എപ്പോഴും പോവാം. മരണത്തോടു കൂടി അത് തുടങ്ങും. മരിക്കലെപ്പോഴാണ് ആർക്കാണ് അറിയാം? ഒരു മനുഷ്യനും അറിയില്ല അവനോട് വെച്ച് എങ്ങനെ മരിക്കുന്നു. ഈ ഇരിക്കുന്ന നമ്മളൊക്കെ നമ്മളെ ആരോഗ്യവും നമ്മളെ ഷുഗറും നമ്മളെ കൊളസ്ട്രോളും ഹാർട്ടിന്റെ മിടിപ്പും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവും. കൊളസ്ട്രോൾ ഇല്ല, എനിക്ക് പ്രഷർ ഇല്ല, എനിക്ക് ഷുഗർ ഇല്ല, മാഷാഅല്ലാഹ് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഫുൾ ഫിറ്റ് ബോഡിയാണ്. അപ്പൊ ഈ മരണത്തിനൊന്നും ഒരു പ്രശ്നമില്ല. രോഗികളെ നോക്കി പിടിച്ചുകൊണ്ടാണ് പണിയല്ല മൽക്കുൽ മൗത്തിന്. മൽക്കുൽ മൗത്തിനെ നിർണയിച്ച ആൾക്കാരെ പിടിച്ചുകൊണ്ടാണ് പണിയാൻ. മരണം വേറെയാണ്, ജീവിതം വേറെയാണ്, രോഗം വേറെയാണ്. രോഗം വേറെയാണ്. രോഗം മരണമായിട്ട് ഒരു കണക്ഷനും ഇല്ല, ഒരു ബന്ധമില്ല. അതൊരു തീരുമാനമാണ്. അതപ്പോ വരുമ്പോ അതിന്റെ രോഗവും അവസ്ഥകളൊക്കെ ഉണ്ടാവും. അത് അള്ളാന്റെ വേറെ തീരുമാനമാണ്. ആരോഗ്യ ദൃഢഗാത്രന്മാരായ എത്ര ആൾക്കാർ ഖബർസ്ഥാനിലുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മളെ പറ്റി നെഞ്ഞത്ത് കൈവച്ച ഒരു രാത്രിയെങ്കിലും ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ അവസ്ഥ വളരെ ബലഹീനമായിരിക്കും.
നമ്മൾ സങ്കടത്തിലേക്കുണ്ടാകുക. നമ്മളെ നിയന്ത്രിക്കാൻ, നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല, ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഈ ഖബർസ്ഥാനിലുള്ള ആൾ ആരാ സഹായിക്കുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹന്മാരെ, ഒറ്റക്കൊന്ന് ആലോചിക്കും, ഈ ജീവിതത്തിനെ പറ്റി ചിന്തിക്കാതെ പോയാൽ അങ്ങനെ ഹരത്തിൽ ഇങ്ങനെ പോവും. നമ്മളെ ചങ്ങായിമാരും നമ്മളെ കുടുംബവും നമ്മളെ ബന്ധങ്ങളും നമ്മളെ കച്ചവടവും ഇതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവുണ്ടാവും. പക്ഷേ നമ്മളെപ്പറ്റി ചിന്തിക്കാനോ പറയാനോ ആരും ഉണ്ടാവൂല. നമ്മളെ ആഖിറം എന്നേക്കുമായി നഷ്ടാവും. അതുകൊണ്ട് ആഖിറത്തിലെ ജീവിതം വലുതാണ്. ഇത് എന്നോ വരാനുള്ള ഒന്നല്ല. ശൈത്താൻ നമ്മളോട് പറയില്ല, ആകെ കുറെ കാലം കഴിയും, വാപ്പണ്ട് വല്യാപ്പണ്ട് എന്നൊക്കെ പറയും. വാപ്പി വല്യാപ്പൊന്നും ഇതിന് വലിയ ബാധകളുള്ളതല്ല പോയി. ഒരാൾ നമ്മളൊരു പരിചയക്കാരൻ, നമ്മളൊരു കൂട്ടുകാരനാണ്. ഒറ്റ മോനുള്ളൂ, ആൺകുട്ടിയില്ല പെൺകുട്ടിയില്ല, വേറെ ഒറ്റ മോൻ, ഒരാൺകുട്ടി. അവന് ജ്യേഷ്ഠനുമില്ല, അഞ്ചനുമില്ല, പെങ്ങളുമില്ല, ആരുമില്ല, ഒറ്റ മോൻ. അവനക്ക് 19 വയസ്സായി. 19ാമത്തെ വയസ്സിൽ ആ ചെറുപ്പക്കാരൻ മരിച്ചു. അടുത്ത് വലിയ സമയത്തില്ല, 2 മാസം 3 മാസം എന്തായിട്ടുള്ളൂ. ഒറ്റ കാലിച്ചിരിക്കുന്നു. അവൻ എത്ര പ്രതീക്ഷ ഉണ്ടാവും. ആ മകൻ, ആ വാപ്പ പോയി. ഓന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഖുർആൻ ശരീഫ് ഒരു 10-15 ജുസ് കാണാൻ പഠിച്ചിട്ടുണ്ട്. ദീനിന്റെ ഇൽമു പഠിച്ചൊരു കുട്ടിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അവൻ എത്ര പ്രതീക്ഷ ഉണ്ടാവും. എന്റെ മയ്യത്ത് നിസ്കരിക്കാനുള്ള മോനാണെന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷെ അവന്റെ മയ്യത്ത് ഇവരാണ് നിസ്കരിച്ചത്. ആര് കണ്ടു? ഓരോ ആൾക്കാരെ മുകളിൽ നമ്മൾ മണ്ണ് വാരിയിട്ടുണ്ട്. നമ്മളങ്ങനെ മണ്ണ് വാരി, നമ്മളെ കൈമ മണ്ണാണ് വേദനയില്ല നമ്മളുള്ളത്. ഏതായാലും കൈക്കോട്ടുകൊണ്ട് കോരിയിടുന്നതല്ലേ, പിന്നെ എന്തിനാ നമ്മളോട് മണ്ണ് വാരിയിടാൻ വേണ്ടി പറഞ്ഞത്? എന്തിനാ നമ്മളോട് ഉണ്ടാകുന്നത്? ഏതായാലും കൈക്കോട്ടുകൊണ്ട് കോരിയിടില്ലേ, അവിടെ കോരിട്ടാ മതിയല്ലോ. ഇല്ലല്ല, വാപ്പന്റെ മുകളിൽ മണ്ണ് വാരിയിടണം. മകൻ ആലോചിക്കണം, ഈ ഭൂമിന്റെ തൊലിപ്പുറത്ത് എനിക്ക് വാപ്പക്ക് കൊടുക്കാനുള്ളത് കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ മോന് വാപ്പന്റെ മേൽ മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റ എന്ന് പറഞ്ഞ് മണ്ണ് വാരിയിടുന്നത്. മകൻ മരിച്ച വാപ്പ വാരിയിടാണ്, ഉമ്മ മരിച്ച മോൻ വാരിയിടാണ്, ഭാര്യ മരിച്ച ഭർത്താവ് വാരിയിടാണ്. എന്റെ ഒരു രംഗങ്ങൾ ആലോചിച്ചു. എന്റെ ഒരു ഫ്രണ്ട് മരിച്ചു. എന്റെ ഒരു അയൽവാസിയാണ്, എന്റെ വളരെ അടുത്ത കൂട്ടുകാരനാണ്, ഞങ്ങൾ ഒരേ ക്ലാസ് പഠിച്ച ആളാണ്. ഓൻ മരിച്ചു. അള്ളാഹു ഖബറിനെ സ്വർഗത്തെ പാക്കുമാറോട്ടെ എല്ലായിടത്തും. ഓന്റെ ചെറിയ കുട്ടീൻ്റെ അന്ന്, ഓനക്കൊരു 4 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടി, ഒരാൺകുട്ടി. അപ്പൊ അവന് ഈ മയ്യത്തിന്റെ കൂട്ടത്തിൽ പോകുന്നതാണ്. പള്ളിന്റെ അടുത്ത് തന്നെയാണ് നമ്മളെ വീട്. അവിടുന്ന് അവന് പോകുന്നതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ നമുക്ക് ഉണ്ടാവുക. നമുക്ക് അത്ര അടുത്തറിയുന്ന ആള്, നമ്മൾ ഒരുമിച്ച് പന്തളിക്കുന്ന ആൾക്കാർ, ഒരുമിച്ച് കൂടുന്ന ആള്. ഞാനിങ്ങനെ ഭയങ്കര എങ്ങനെ ഈ കുട്ടികളെ കാണുക എന്നൊക്കെ ഉള്ള മാനസികാവസ്ഥ നിൽക്കുമ്പോൾ ആ ചെറിയ കുട്ടീന്റെ, ആ 4 വയസ്സായ ആ ചെറിയ കുട്ടീന്റെ കൈ കൊണ്ട് ഒരാളിങ്ങനെ ഉണ്ട് മണ്ണ് അവന്റെ മേലെങ്ങനെ വാരിയിടിക്കണ്. രംഗം എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. ഈ ദുനിയാവ് പറഞ്ഞ ഇതാണ്. എന്ത് ബന്ധമാണ് ഇതുള്ളത്? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? അതുകൊണ്ട് സാറുമാരെ, സിനിമാരെ, എപ്പോഴാണ് നമ്മളെ മേൽ മരണം വന്നെത്തുന്ന അറിയില്ല. അതോടുകൂടി കഴിഞ്ഞു. നമ്മളെ ഫോണുകൾ ബെല്ലടിക്കുണ്ടാവും, എടുക്കാൻ ആളുണ്ടാവില്ല. നമ്മളെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സംഗതികൾ വരുന്നുണ്ടാവും, നോക്കാൻ ആളുണ്ടാവില്ല. താടി കെട്ടിയിട്ടുണ്ടാവും, അവിടെ കെടുത്തിട്ടുണ്ടാവും. ആളുകൾ തുണി ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ടാവും. സങ്കടത്തോടു കൂടി ആൾക്കാർ വന്ന് നോക്കുന്നുണ്ടാവും, സങ്കടത്തോട് കൂടിയിട്ട്. എന്നിട്ട് ആൾക്കാരെങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ചിലരൊക്കെ അങ്ങനെ ചാരി ഇരിക്കുന്നുണ്ടാവും, ചിലർ സംസാരം നിന്നിട്ടുണ്ടാവും, മുണ്ടാട്ടം നിന്നിട്ടുണ്ടാവും. അയ്യത്തെടുത്ത് പോകുമ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഒറ്റ കാലോചിക്കുന്ന അതിനെപ്പറ്റി, ഒറ്റ കാലോചിക്കും എന്താ അവസ്ഥ എന്നുള്ളത്. കുളിപ്പിക്കുണ്ടാവും ആൾക്കാര്, ചേതനറ്റ് ഇങ്ങനെ കിടക്കാണ്. ഇന്ന് നമ്മൾ സ്വന്തമായിട്ട് കുളിച്ചതാണ്, നാളെ നമ്മൾ കുളിപ്പിക്കാണ്. അയ്യത്തൊക്കെ പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ കൊണ്ടുപോകാൻ ധൃതി കാണിക്കുന്നത് കാണാം. പള്ളി കൊണ്ടുവച്ച് നിസ്കരിക്കും. അതോടുകൂടി ഈ ഭൂമിയിൽ അഡ്രസ്സ് കഴിഞ്ഞു. മരിച്ച പോലെ മോൾ മണ്ണിട്ടലോടുകൂടി കഴിഞ്ഞു. ഓർക്ക് പിന്നെ അവിടെ ആധാരത്തിൽ ഒപ്പിടില്ല, ആധാർ കാർഡായിട്ട് ബന്ധമില്ല, ഓർക്ക് ടെലിഫോൺ ഇല്ല, ഓരോ ടെലിഫോൺ നമ്മൾ വിളിക്കില്ല. എല്ലാ ബന്ധം തീർന്നില്ല. എവിടേക്കാണ് അയാൾ പോയത്? ഇമ്മാ ഫിൽ ജന്നത്തി വ ഇമ്മാ ഫിന്നാർ. ഒന്നുകിൽ സ്വർഗത്തേക്ക് പോയി, അല്ലെങ്കിൽ നരകത്തേക്ക് പോയി. ഈ മുണ്ടോറും ഖബർസ്ഥാനിലുള്ള, അപ്പുറത്ത് ഖബർസ്ഥാനിലെ, മലപ്പുറം ഖബർസ്ഥാനിലുള്ളത്, ഏതെല്ലാം ഖബർസ്ഥാനിൽ മുസ്ലിമീങ്ങളുണ്ടോ അവരൊക്കെ ഒന്നുകിൽ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ നരകത്തിലാണ്. അതുപോലത്തെ തീരുമാനമാകുകയാണ്. ഈ ഇരിക്കണ എനിക്കും നിങ്ങൾക്കൊന്ന് തൗബക്ക് അവസരമുണ്ട്. ഏത് പാവങ്ങളും അള്ളാഹു പുറത്തു തരും. ഏത് തമ്മടിന്റെ പാവങ്ങളും. ഉള്ളിൽ ഈമാന്റെ പൊരി ഉണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരാതിരിക്കൂല. കാരണം അള്ളാഹു തൗവാബാണ്, അവൻ ഗഫൂറാണ്, അവൻ ഗഫാറാണ്. അവനെങ്ങനെ പുറത്തു തരായിരിക്കും?
ഓൻ പുറത്തു തരാൻ വേണ്ടിയിട്ടാണ് ഈ പേരൊക്കെ സ്വീകരിച്ചത്. അള്ളാന്റെ പേരാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത്. ഇന്നഹു കാന തവ്വാബ, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, ഇന്നല്ലാഹ ദുൽ ഖുവ്വത്തിൽ മതീൻ. എന്തൊക്കെ പേരുകളാണ് അള്ളാഹിനെ പറ്റി തന്നെ. ഇന്നഹു ഹുവൽ ഗഫാർ, ഇന്നഹു കാന ഗഫാറ. ഇതൊക്കെ അള്ളാന്റെ പേരാണ്. അങ്ങേറ്റം പുറത്തിരുന്നവൻ. ഈ പുറത്തിരുന്ന അള്ളാഹിനോട് ചോദിക്കാൻ ഭൂമിയിൽ നേരം കിട്ടാത്തവൻ, അവൻ തന്ന കണ്ണും അവൻ തന്ന കാലും അവൻ തന്ന കിഡ്നിയും അവൻ തന്ന എല്ലാം നമ്മളതാന്ന് വിചാരിച്ചിരിക്കാൻ. ഇതൊക്കെ നമ്മളതാന്ന് വിചാരിച്ചിരിക്കാൻ. രാത്രി കടന്നു, രാവിലെ എഴുന്നേക്കുമ്പോ കാല് പൊന്തിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാ? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്റെ ഒരു ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മോൻ നല്ല കളിക്കാരനാണ്. ടീമിനൊക്കെ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ്. അവന് ഇതേമാതിരി ഗൾഫിൽ പോയി. ഗൾഫിൽ നിന്ന് അവൻ കളിയൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ വന്നു, കല്യാണം കഴിച്ചു. 6 മാസമായപ്പം പെട്ടെന്ന് അവന്റെ ഫുൾ ബോഡി ഇങ്ങനെ കാല് തളർന്നു, പിന്നെ 2 കാല് തളർന്നു, പിന്നെ കൈ തളർന്നു, ഫുള്ള് തളർന്നു. തല മാത്രം ഒരു കുഴപ്പമില്ലാതെ ഉണ്ടായി. ഏകദേശം 6 മാസം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവന്റെ രോഗത്തിന്റെ കാരണം കണ്ടെത്തിയപ്പോ പറഞ്ഞ ഞരമ്പിന്റെ മുകളിലുള്ള ഒരു കവറ് അത് ദ്രവിച്ചു പോവാണ്. ഫുൾ ബോഡി ഫിറ്റ്, ബോഡി ഭയങ്കര ശ്രദ്ധിക്കുന്ന ആളാണ്. ദ്രവിച്ചു പോവാണ്. അതുകൊണ്ട് പിന്നെ ഫിസിയോതെറാപ്പി അത് ഇതൊക്കെ ആയിട്ട് ആലോചിച്ചു. വൈഫ് പോയി. അവൾ കല്യാണം 6 മാസമായിട്ടുള്ളൂ. ഇയാളൊരു പ്രതീക്ഷയില്ല. ചെറുപ്പക്കാരൻ. ഒറ്റക്ക് ആലോചിച്ചു നോക്കി. നമ്മളെ കിഡ്നി ആരെ കയ്യിലുള്ളത്? ഇപ്പൊ ഇന്നലെ മിനിയാന്ന് ഒരാളെങ്കിൽ ഒരു ദയച്ചു തന്നിട്ടുണ്ട്. 40 ലക്ഷം റുപ്യ വേണം കിഡ്നി മാറ്റിവെക്കാൻ. 40 ലക്ഷം റുപ്യ വേണം കിഡ്നി മാറ്റിവെക്കാൻ. അതിന് നാട്ടുകാരോടൊക്കെ പിരിവെടുക്കാൻ. ചെറുപ്പക്കാരനാണ്. കിഡ്നി കൊടുക്കാൻ ജ്യേഷ്ഠൻ റെഡിയാണ്. മാറ്റിവെക്കാനുള്ള സുഖം പറയാണ്. വേറെ ആൾ പറയുന്നുണ്ട് 3 ലക്ഷം റുപ്യ 3 കോടി റുപ്യ ഒരു കുട്ടിക്ക് ചെലവാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ പിരിവെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇതൊക്കെ ആരാ സൗർമാര്? ദുനിയാവിന്റെ മുകളിൽ വിശാലമായി നടന്നവർ, ഞാനാണ് ഭയങ്കര സംഭവം എന്ന് വിചാരിച്ചവർ. ഇതൊക്കെ തിരുത്താനും നിർത്താനും എന്നുള്ള ഒരു പണിയില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ബുദ്ധിമാനവും തൗബ ചെയ്യാ. പടച്ചോനെ സംഭവിച്ചു പോയല്ല, എന്നെ രക്ഷപ്പെടുത്തണേ പടച്ചോനെ, ഞാൻ ഒരിക്കലും ആ പാപത്തിലേക്ക് നീങ്ങൂല, ഞാൻ നന്നായിക്കോളാം പടച്ചോനെ എന്ന് പറഞ്ഞ് തൗബ ചെയ്യാ. അള്ളാഹു ആണെങ്കിൽ എല്ലാവരും തൗബയും സ്വീകരിക്കും. നാട്ടുകാർ ചിലപ്പോൾ പറയും ഓനൊന്നും കഴിച്ചില്ല, ഓൻ വലിയ സുഖമായി, ഓൻ എങ്ങനെ ഇവിടെ നടന്നു. ഞാൻ ഒന്നും അള്ളാഹ്ക്ക് പ്രശ്നമില്ലേ ഭായി. ഒരടിമ അള്ളാഹിലേക്ക് തൗബ ചെയ്ത് അള്ളാഹ് സ്വീകരിക്കും. അള്ളാഹിനേക്കാൾ തൗബ സ്വീകരിക്കണ വേറൊരാളില്ല. 99 ആളെ ഒരാൾ കൊന്നു, അയാൾ വേറൊരാളോട് ചോദിച്ചപ്പോൾ അയാൾക്ക് സൂചിച്ചില്ല. കാരണം 99 ആളല്ലേ കൊന്നു, എന്നിട്ട് പോകാൻ അങ്ങനെ അവിടെ സ്വർഗത്ത് പോവാന്ന് അത് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു ഏതായാലും 99 കഴിഞ്ഞ് കടന്നിട്ട് അയാളെയും കൊന്നു, 100ആയി. ഇത് ഞാൻ പറയില്ല, നിബിധങ്ങൾ ശാസങ്ങൾ പറയാൻ. അയാൾക്ക് സങ്കടം ഉണ്ട്. അയാൾ വീണ്ടും ചോദിച്ചു. അപ്പൊ അയാളോട് പറഞ്ഞു, ഈ നാട്ടുകൾ നിൽക്കണ്ട, വേറൊരു നാട്ടിലേക്ക് പോയിക്കോളി, അവിടെ നല്ല മനുഷ്യരുണ്ട്, അവരെ കൂടെ പോയി നിങ്ങൾ ജീവിക്കും. ആ പോകുന്ന വഴിയിലാണ് അദ്ദേഹം മരിച്ചത്. ആ പോകുന്ന വഴിയിൽ മരിച്ചു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളൊന്നും അളന്നു. അയാൾ വിട്ട നാടാണോ അടുത്തത്, അല്ലെങ്കിൽ എത്താൻ നാടാണോ അടുത്തത്, കാരണം എത്തുന്ന നാട്ടിലേക്ക് ഒരല്പം നീങ്ങിയിട്ടുള്ളൂ. പറഞ്ഞു അയാൾ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോയിക്കോട്ടെ എന്നത്. സാറിന്മാരെ അള്ളാഹു തആല പുറത്തുതരാൻ റെഡിയാണ്. ഈ അടിമ ഒന്ന് ചോദിച്ചാൽ മതി, അള്ളാഹ് എനിക്ക് മാപ്പാക്കണേ, എനിക്ക് പുറത്തുതരണേ. ഏത് വാതിലിലും ഏത് രാത്രിയിലും എപ്പോഴും ചോദിക്കാം അള്ളാഹിനോട്. അള്ളാഹു തആല അടിമക്ക് പറഞ്ഞു, ഞാൻ ഈ ജീവിതം തിരുത്തുകയാണ്, ഞാൻ നന്നാവാണ്. സാറിന്മാരെ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും, നമുക്ക് സ്വർഗത്തിലെത്താം, നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാം. ഇവിടെ ഈ കാണുന്നതൊന്നും അല്ല ജീവിതം, ഇതൊന്നും അരങ്ങളും അല്ല. നമ്മളിടക്കൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മളോട് ഏറ്റവും ബന്ധമുള്ള കുറെ ആൾക്കാരുണ്ട്. ഒന്ന് നമ്മളെ ഉമ്മ, മറ്റൊന്ന് നമ്മളെ ഭാര്യ, മറ്റൊന്ന് നമ്മളെ മോള്, നമ്മളെ സഹോദരിമാര്. ഇവരൊക്കെ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാന്ന് ചോദിച്ചാൽ ഇവരൊക്കെയാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഭയങ്കര കരച്ചിലേക്കും ഭയങ്കര സങ്കടയിക്കും. അങ്ങനെ നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഒരു നമുക്ക് രാവില്ലാതെ പകലില്ലാതെ പണിയെടുക്കണ്ട്. ഒരു വീട്ടിൽ എന്തൊക്കെയോ പണിയെടുക്കാണ്ട്. നമുക്ക് നേരത്തിന് ഭക്ഷണം ഉണ്ടാക്കി തരണം, നമ്മളെ വസ്ത്രങ്ങൾ അലക്കണം, നമ്മളെ വീട് വൃത്തിയാക്കി തരണം, നമ്മളെ മക്കളെ നോക്കണം. ഇതൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ് നമ്മളെ ഭാര്യ, നമ്മളെ മകള്, നമ്മളെ ഉമ്മയൊക്കെ. അതുകൊണ്ട് അവരുടെ അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു രാവിലെ മുതൽ പണിയാണ്. നിസ്കാരം എപ്പോഴാണ് ഉണ്ടാകാറുണ്ട്? ചിലപ്പോൾ ദുഹറൊക്കെ 3 മണിക്ക് 3:15 നിസ്കരിക്കണേ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട്. അവരവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് അവരിൽ ദീനുണ്ടാവണം, ഓരല്ലാൻ അറിയണം. ഒരു നാളെ നമ്മളെ കൂടെ സ്വർഗത്തേക്ക് വരണം. ഓരൊരിക്കലും നരകത്തിലായിട്ട്. നമ്മുടെ ഉമ്മക്ക് എന്തെങ്കിലും അള്ളാഹ് കാക്കട്ടെ എന്തെങ്കിലും വിഷമം ഉണ്ടാകണം നമുക്ക് താങ്ങാൻ കഴിയില്ല. നമ്മൾ എന്ത് വേണമെങ്കിലും കൊടുക്കും, നമ്മളെ ഭാര്യക്ക് കൊടുക്കും, നമ്മളെ മകൾക്ക് കൊടുക്കും. പക്ഷെ ഒരു ദീനില്ലെങ്കിൽ എന്തേക്കും അവസ്ഥ?
അതുകൊണ്ട് അവരിൽ ദീനുണ്ടാവാനുള്ള എളുപ്പമായ ഒരു മാർഗ്ഗമാണ് നമ്മളെ വീടുകളിൽ താലീമിന്റെ ഹൽക്ക ഉണ്ടാകുക. എന്ന് വെച്ചാൽ താലീം വായിക്കുക. ഫളായിലിന്റെ കിതാബുകളുണ്ട്. അതായത് അമലുകൾ ചെയ്താൽ എന്താ കിട്ടുക, ഖുർആൻ ഓതിയാൽ എന്താ കിട്ടുക, ദിക്ർ ചെയ്താൽ എന്താ കിട്ടുക, നിസ്കരിച്ചാൽ എന്താ കിട്ടുക, അതിന്റെയൊക്കെ മഹത്വങ്ങൾ പറഞ്ഞ കിതാബുണ്ട്. അതൊരു 10 മിനിറ്റ് നമ്മളെ വീട്ടിലെന്നും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് വായിച്ചു, അല്ലെങ്കിൽ രാവിലെ വായിച്ചു. മാഷാ അല്ലാഹ് നമ്മളെ മക്കള്, മോള്, മോന് ഒരൊക്കെ കേൾക്കും, ഒരൊക്കെ നന്നാവും, രക്ഷപ്പെടും. നമ്മളെ വീട്ടിൽ വലിയ മാറ്റം. ആകെ 10 മിനിറ്റിന്റെ ആവശ്യമില്ല. അവിടെ നമ്മളെ വീട്ടിലെല്ലാവരും വായിക്കണത്. നമ്മളെ വീട്ടിൽ നിന്ന് അള്ളാഹിനെ കുറിച്ചുള്ള ചർച്ച പോയി, വേറെന്തൊക്കെയോ ചർച്ചകളാണ്. എല്ലാവരുടെ കയ്യിലും മൊബൈലായി. ഭാര്യന്റെ കയ്യിൽ മൊബൈൽ, ഓളോളെ മൊബൈൽ ഉണ്ടാവും, മോന്റെ കയ്യിൽ ഓന്റെ മൊബൈൽ, വാപ്പന്റെ കയ്യിൽ വാപ്പന്റെ മൊബൈൽ. അങ്ങനെ ആകെ ചിതറിക്കിടക്കാൻ ഇല്ലതിന് മാറ്റം ഉണ്ടാവണം. അള്ളാഹ് നമ്മളെ കൂടുതലിനെ കബൂലാക്കുമാറാവട്ടെ.